വേണ്ട ദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ നിർത്തടാ ദാസ, വേണ്ട. ആക്ച്വലി ഇനി എത്ര കാലം കാണും ഹൗസ് സർജൻസി? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനോ എന്ന് കരുതി. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെന്താ ആവാഞ്ഞേ? ആവാമായിരുന്നു. പക്ഷെ ഈ മനുഷ്യന്റെ ഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിക്കുമ്പോ കൈ വിറക്കില്ലേ എന്നൊരു സംശയം. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ? കേസെന്ന് അയാള് പറഞ്ഞത് ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ വരുന്ന വഴിക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. വരട്ടെ, പോവാം. നീ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. വിഷം വാങ്ങിക്കാൻ പോലും ഇവിടെ കാശ് തകരുന്നില്ല. അതിന്റെ എന്താണോ മുഖത്ത് കണ്ടില്ലേ? ഞാനാ കുഴപ്പമുണ്ടാക്കിയത്. കുട്ടി മിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. മിസ്റ്റർ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് കൊണ്ട് പറ്റിയതാ. ഇവിടെ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് അറിഞ്ഞൂടെ? താനും കൊണ്ടൊക്കെ വിളിച്ചാണ്ടല്ലോ. വിളിച്ചാ താൻ എന്ത് ചെയ്യും? താൻ 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 തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മനപ്പുറം കൊണ്ടിരിച്ചല്ലേ? മര്യാദക്ക് സംസാരിക്കണം. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല. സ്കൗണ്ടർ. താൻ എന്താ വിളിച്ചേ? സ്കൗണ്ടറിൽ നിന്നോ? സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ് പാസ്സായത്. സ്കൗണ്ടർ വെച്ചാൽ തെണ്ടിയത്. തെണ്ടിന്നല്ലേ? ശരി, അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. എങ്ങനെയുണ്ട് സീൻ? നായികയ്ക്ക് വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണിത്. ഇനി സെന്റിമെന്റ്. അവള് വീണത് തന്നെ. ഓ, അയാള് തിരിച്ചടിച്ചെടുത്തെങ്കിൽ നീ നാറിപ്പോയേനെ. ചിലപ്പോ നാറിപ്പോകുമായിരുന്നു. നിക്കടി മോളെ, നമ്മുടെ പിള്ളേരല്ലേ. പണിക്കരമാവൻ എങ്ങോട്ടാ? വാവടിച്ചില്ലേ മോനെ, ദിവസേന ഓരോന്നിനായിട്ട് കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്യിക്കുക. ഈ വയസ്സുകാലത്ത് അമ്മാവൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചൂടെ? നീ തന്നെ ഇപ്പൊ വാടക വന്നിട്ട് 2 മാസമായില്ലേ? സഹായത്തിന്റെ ആളെ വെച്ച് അവന് ശമ്പളം കൊടുക്കണ്ടേ? അതിന് തമാശ പറയുന്ന കണ്ടില്ലേ? പെട്ടിയിൽ പൂത്ത പണം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാ വിചാരം? ഓ ഓ ഓ, ഇനി വാടക വരുന്ന വടക 2 ആഴ്ചയ്ക്ക് തരാം. അത് പറ്റില്ല. നീ വണ്ടി വിട്. ആഫീസിൽ വന്ന് ഞാൻ 4 തരും, പറഞ്ഞേക്കാം. അവിടെ നീ നാറാൻ ബാക്കിയൊന്നും ഇല്ല. അത് ശരി, വാ മോളെ. എല്ലാവരും എന്താ ഇവിടെ? പുതിയ MD 10 മണിക്ക് എത്തുന്ന ഫോൺ ഉണ്ടായിരുന്നു. ഓ, ആ എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഓ, ഈശ്വര രക്ഷിക്കണേ. രക്ഷിക്കും. ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. താങ്ക് യു. വണ്ടി കേടായി, ഞാനൊന്ന് ചെളി വീഴുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വരൂ സർ. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ജോലി തെറിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ടാ ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയും മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല. ഈ ജന്മത്തിൽ ഇനി അത് നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ആട്ടുന്നുപ്പാണേലും ഈ പ്യൂണിന്റെ പണി കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? ഏയ്, മനസ്സിലായില്ല? സാർ, ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ. അല്ല, ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥമോ മനസ്സിലാകാത്തത്? ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാ ഗ്ലാസ് വെച്ചത്. തന്റെ താടിയോ? അതിന്നിവൻ ഷേവ് ചെയ്തില്ല. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താന്നറിയില്ല,
ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് വന്നിട്ട് ആരുടെ വെച്ചിട്ടാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? അത് ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എം ഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാ മതി. സാർ, ഉം. 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 യെസ്, കം ഇൻ. യെസ്. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല, നിങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല. ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് ഒന്നൂരി. ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. സാർ, സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോസാ. ഇതാ ഞാൻ പറഞ്ഞത്. ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ ഒക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. ഈയടാ, വലിയൊരു ബുദ്ധിരാശ്വാസൻ. ജോലി പോകാതെ രക്ഷിച്ചതിന് നീ എന്റെ കാല് പിടിക്കണ്ട. അല്ല, കുഴപ്പമില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്. അല്ലേലും ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോട് കല്ല് പറിക്കും. ഇൻകുലാബ് സിന്ദാബാദ്, ഗുലാബ് സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളിക്കും സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. വിശാല മനസ്കനെ സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി. പോയത് പോട്ടടാ. ഈ നാട്ടിൽ വേറെ കമ്പനിയില്ലേ? അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പലചരക്ക് കടയിൽ 500 രൂപ, പാലിന്റെ കാശ്, 2 മാസത്തെ വാടക, ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം. ഭക്ഷണം ഭക്ഷണം ഈ ഒറ്റ ചിന്തയുള്ളൂ. എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം. എന്താ? ഇവിടെ മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം എന്തെന്ന് കണ്ടുപിടിക്കേ. ഭക്ഷണം. അതാ നിന്റെ ഭാവി ഭാര്യ ഉള്ള കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സാമദ്രോഹി പോകുന്നതാ. കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി. ഞാൻ ആഫീസിൽ പോയിരുന്നു. ഓ അമ്മാവ, ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ വാടകയെ കുറിച്ച് ഇങ്ങോട്ട് തന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. അയ്യോ, അമ്മാവും കൂടെ ഞങ്ങളെ പുറത്താക്കിയ. ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വാടക തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? അമ്മാവ, ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. മരിക്കണതിന്റെ തലേ ദിവസം ഓർഡർ വരും. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. മണ്ണി നോക്കുന്നവനും കല്ലുടയ്ക്കുന്നവനും ഒക്കെ ഇന്നത്തെ കൂലി എന്താണെന്ന് അറിയാമോ? മക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കാൻ നോക്കും. അങ്ങനെ അങ്ങ് തറയാകാൻ ഒക്കുവോ? കരിങ്കല്ല് ചുമക്കുക എന്നൊക്കെ പറഞ്ഞ അതിനു വേണ്ടിയാ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്. കരിങ്കല്ല് ചോക്കിൽ മാത്രമല്ലല്ലോ ജോലി. ബാങ്കിൽ നിന്നൊക്കെ വായ്പ കിട്ടില്ലേ? ഇപ്പൊ ഈ തൊഴിലില്ലാത്തവന് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാൻ നോക്കും. ബാങ്ക് വായ്പയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് കിട്ടും അമ്മാവാ. ഞാൻ മേടിച്ചു തരാം. വായ്പ കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ അത് പ്രയാസമാണ്. അങ്ങനെ പറയരുത്.
സാർ എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ. പണിക്കരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തിക്കഴിഞ്ഞു. ഇനിയിപ്പം മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ. അയ്യോ, അവിടെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല സാറേ. ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ? പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000 50,000 ഒന്നും സാധ്യമുള്ള കാര്യമല്ല. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കി തരാം. അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ? വേറെ പദ്ധതിയില്ല. പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ. ഒന്നും കൊണ്ട് വന്നേ, ഒരു കാര്യം പറയാൻ. സാർ ഒരു മിനിറ്റ്. ആ. എന്ത് ഭോഷന്മാരാടോ നിങ്ങൾ? വല്ല വിധേന നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെളുതു. 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. 10,000 എങ്കിൽ 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ? 2 എണ്ണത്തിന് ഞാൻ തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ആ. ഒരു 30 ലിറ്റർ പാല് കിട്ടും. ആ. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. ആ. കറവക്കാരന് 10 രൂപ. ആ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? ഉവ്വ്. അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. ആ. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാ. ഓഹോ. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. ഓഹോ, അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന്. പോയേ. ചാത്തേട്ടൻ, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്കാ തീറ്റ. പശുക്കൾക്കാ. എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം. ഒരു കാറ് വാങ്ങണം. ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വര രക്ഷിക്കണേ.